ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെമ്മറീസ് ട്രാവൽ വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്താണ്. അതായത് തെടനാടിനടുത്ത് പെരുനിലം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അതായത് എൻ്റെ അമ്മ വീടാണ്. എൻ്റെ അമ്മ വീട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. രാവിലെ എണീക്കുന്നതിന് മുമ്പ് ചെറിയൊരു സ്വപ്നം കണ്ടായിരുന്നു. അമ്മ വീടിൻ്റെ പണ്ടത്തെ മാങ്ങ പെറുക്കാൻ പോകുന്നതും അങ്ങനത്തെയൊക്കെ ഒരു പെട്ടെന്നൊരു മിന്നായം പോലെ ഞാൻ എൻ്റെ അമ്മയോട് സ്വപ്നം കണ്ടു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് ഈ അമ്മവീടിനെക്കുറിച്ച് ഓർമ്മ വന്നിട്ട് അമ്മവീടിനെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. ഇതിനുള്ള സ്ഥലങ്ങളൊക്കെ ആകെ മാറിപ്പോയി. നിങ്ങൾക്കിതൊരു പുതുമയുള്ള ചിത്രമായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ്. കാരണം നമ്മുടെ അമ്മ വീടെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പം നിങ്ങളുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും അമ്മ വീടെന്നൊക്കെ പറയുമ്പം അതിനൊരു പ്രത്യേക ഒരു ടച്ചുണ്ട്, ഒരു ഹെഡ് ടച്ച്. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ എടുക്കാൻ പറ്റാത്തതാണ്. വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല, മടിയാണ്, സത്യം പറഞ്ഞാൽ മടിയാണ്. കോട്ടയം ജില്ലയിലെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ ഞാൻ എൻ്റെ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട വെള്ളച്ചാട്ടവും കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം കുറേ നാളായിട്ട് വീഡിയോ എടുക്കാൻ മടിയാണ്. ഒന്നും വിചാരിക്കരുത്, നമ്മൾ ഇടയ്ക്കിടയ്ക്കെല്ലാം വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഈ വയറും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടിക്കടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നടക്കാനൊന്നും വയ്യ ഇപ്പം. അപ്പോൾ വയറിന് വേണ്ടിയിട്ടുള്ള എക്സസൈസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് അമ്മ വീടൊന്ന് കാണാമെന്നുള്ളതാണ്. അമ്മ വീട്ടിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ആൾതാമസമൊന്നുമില്ല. അവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ അമ്മ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഏകദേശം ഒരു 10 കൊല്ലത്തിന് മേളിലായി ഞാനിവിടെ എത്തിയിട്ട്. വന്നിട്ട് ഒത്തിരി നാളുകൾക്ക് മുമ്പ് ഞാനിവിടെ വന്നതാണ്. 10 കൊല്ലത്തോളമായി ഏകദേശം. ഈ ഒരു പാറയിൽ കൂടെയൊക്കെ നമ്മൾ കളിച്ചിരിച്ച് കിടന്നതാണ് കേട്ടോ. മാങ്ങാപ്പഴമൊക്കെ പെറുക്കി ഒരു ഭയങ്കര സെറ്റായിരുന്നു അന്നത്തെ ലൈഫൊക്കെ. അപ്പോൾ ഇതുണ്ടല്ലേ, ഈ കാണുന്ന ഒരു വഴിയുണ്ട്. ഇതുണ്ടല്ലോ, ഇവിടുന്ന് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകത്തോട്ട് കയറുന്ന ഇതാണ്. ഇത് ഏകദേശം 1 ഏക്കറോളം ഭൂമിയുണ്ട്. ഇവിടെയാണ് നമ്മുടെ അമ്മ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതുണ്ടല്ലോ, ഈ കാണുന്ന ചെറിയൊരു ഓലിയാണ് കേട്ടോ. ഈ ഓലിക്കകത്തു നിന്നൊക്കെ തവളയൊക്കെ കുറേ പിടിച്ചിട്ടുള്ളതാണ്. ഇതുണ്ടല്ലേ, ഇപ്പോഴും വെള്ളമൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ വീടിൻ്റെ അകത്തേക്ക് ഞാൻ കയറുകയാണ്. ഇവിടെ വഴിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുഞ്ഞമ്മയും കൊച്ചച്ഛനും ഒക്കെ വന്നിട്ട് തെളിച്ചിടാറുണ്ടെന്ന് തോന്നുന്നു. ഇതല്ലേ, കണ്ടോ? അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ അമ്മ വീട്. ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അയ്യോ, ഇവിടെ കറക്റ്റ് പറഞ്ഞാൽ ഏകദേശം ഒരു 10 കൊല്ലത്തിന് മേളിലായിട്ടുണ്ട് ഞാനിവിടെ എത്തിയിട്ട്. അയ്യോ, ഫുള്ള് കാട് പിടിച്ച് കിടക്കുക കേട്ടോ, ഒരു രക്ഷയില്ല. ഓ, ഇതാണ് പശുംകൂട്. പശുംകൂടിൽ നല്ല TV ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഈ പശുംകൂടൊക്കെ നല്ല മേൽക്കൂരയൊക്കെ ആയിട്ട് നല്ല ഓട് മേഞ്ഞൊരു പശുംകൂടായിരുന്നു ഇത്. ഇവിടെ പശുവിന് തീറ്റ ഇട്ട് കൊടുക്കും. ഇതിനകത്തൊരു അച്ചാമ്മ എന്ന് പറഞ്ഞൊരു പശു ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ, അത് ഭയങ്കര ഒരു പശുവായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യനെ പോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യുന്ന ഒരു പശുവായിരുന്നു. മൂത്രം ഒഴിക്കാൻ പറഞ്ഞാൽ മൂത്രം ഒഴിക്കും, ചാണകം ഇടാൻ പറഞ്ഞാൽ ചാണകം ഇടും. അങ്ങനെയുള്ള പല കാര്യങ്ങളും പശുവിനോട് പറഞ്ഞ് ഞാൻ പശുവിന് മനസ്സിലാവുന്നത്. അങ്ങനത്തെ ഒരു പശു കൂടെ ഉണ്ടായിരുന്നു. പശുവിൻ്റെ പേരാണ് അച്ചാമ്മ എന്ന്. ഞാൻ ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ശരിക്കും ഓർമ്മ വരുന്നത്. അതൊക്കെ ഇനിയും തിരിച്ചു കിട്ടത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ വരുന്നത്. അയ്യോ, ഇവിടെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പനിനീർ ചാമ്പ ഉണ്ടായിരുന്നു. പനിനീർ ചാമ്പ എന്ന് പറഞ്ഞാൽ നാടൻ പനിനീർ ചാമ്പയാണ് കേട്ടോ. അതായത് ഈ നാടൻ പനിനീർ ചാമ്പ ഇപ്പോൾ പലയിടത്തും കിട്ടാനില്ല. അതായത് നമ്മൾ നഴ്സറികളിൽ പോയാൽ പോലും വൈറ്റ് കളറുള്ള പനിനീർ ചാമ്പ കിട്ടുള്ളൂ. ഈ നാടൻ എന്ന് പറയുന്ന സാധനം മരമായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം എടുക്കും. പക്ഷേ അതിൻ്റെയൊക്കെ ബഡേ ഉള്ളൂ. പക്ഷേങ്കിൽ ഈ നാടൻ പനിനീർ ചാമ്പയുടെ ഒരു എഫക്റ്റ് ഒരിക്കലും കിട്ടത്തില്ല. ഇതിവിടെ ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പൊക്കമുള്ളൊരു മരമാണ്. എന്നിട്ട് നമ്മൾ ഓണത്തിനൊക്കെ ഇങ്ങോട്ട് വരുമ്പം ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ വരുമ്പം
അതുവഴിയാണ്, താഴെക്കൂടെയാണ് കയറി വരുന്നത്. അതുവഴി ഇങ്ങനെ കയറി വന്നിട്ട് ഇതുവഴി ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കിണറൊക്കെ ഉണ്ട്. ആ കിണറൊക്കെ മൂടിപ്പോയി. ഇവിടെ അപ്പം ഓണത്തിന് വരുമ്പോൾ അച്ചിച്ച ഇവിടെ ഒരു, അതായത് അച്ചിച്ച എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ, അച്ചിച്ച ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിത്തരും. ഊഞ്ഞാല കയറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്യുന്നത്. ഊഞ്ഞാല കയറി ആടുക എന്നുള്ളൊരു ചിന്തയായിട്ടാണ് ഓണത്തിനൊക്കെ വരുന്നത്. അയ്യോ ഭയങ്കര തന്നെ. ഇപ്പോൾ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ അമ്മ വീട്. പിന്നെ ഇങ്ങോട്ടൊക്കെ ഒത്തിരി മരങ്ങളുണ്ട്. ഞാൻ എനിക്ക് ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അതായത് ഇതിപ്പോൾ ഇത്രയും വർഷമായതുകൊണ്ട് ഇവിടുത്തെ പലതും മാറിപ്പോയി. കാരണം പ്രകൃതി തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അന്തരീക്ഷം. ഇവിടെയൊന്നും കാടൊന്നുമില്ല. ഫുള്ള് നിരത്തി നല്ല സെറ്റായിട്ട് നിൽക്കുക. ഇവിടെ ഒരു വലിയ പേഴിൻ്റെ മരം ഉണ്ടായിരുന്നേ. ഈ പേഴിൻ്റെ മരത്തിൽ നിന്നുള്ള ആ പൂവിൻ്റെ മണം വന്നിട്ടാണ് നമ്മൾ രാവിലെ എണീക്കുന്നത്. ഭയങ്കര പ്ലസൻറ്റ് മൈൻഡ്. പിന്നെ ഇവിടെ ഒരു തെങ്ങുണ്ട്. വലിയൊരു തെങ്ങ് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നല്ല പൊക്കത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. പക്ഷേ ഈ തെങ്ങെന്ന് ചെറുതായിരുന്നു കേട്ടോ. ഈ തെങ്ങിന് ഇത്രയും പൊക്കമില്ലായിരുന്നു. ഒരു ശകലം പൊക്കം ഉണ്ടായിരുന്നുള്ളൂ ഈ താഴെ വരെ. ഒരു 10, ഇതിപ്പോൾ മൊത്തം കൂടി ഇപ്പോൾ ഒരു 10-60 അടിക്ക് മുകളിലുണ്ട് പൊക്കം. അത്രയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു. പിന്നെ ഈ നിൽക്കുന്ന ജാതി പണ്ട് തൊട്ടേ ഉള്ളൊരു ജാതിയാണ്. ഇതിപ്പോഴും ഉണ്ട്. ഫുള്ള് ഈ കാട്ടിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ അരമ്പായിട്ട് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ജാതി ഉണ്ടായിരുന്നു. ഇത് ഫുള്ള് മിറ്റമായിരുന്നേ. ഈ മിറ്റത്തിൻ്റെ ഇവിടെ നിന്ന് ഇതുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്. ഇതുണ്ടല്ലോ ഇവിടെ ചെറിയ അതിര് പോലെ വെച്ചിട്ട് ഇതുണ്ട്. ഇങ്ങനത്തെ ഭാഗത്തെല്ലാം നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിച്ചേക്കുമായിരുന്നു. ഇതല്ലേ, ഇതാണ് എൻ്റെ അമ്മ വീട്. അയ്യോ, ഇതാണ് കിണർ കേട്ടോ. കിണറൊക്കെ ഫുള്ള് പൊളിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇതാണ് കിണർ. കിണറ്റിൽ ഇപ്പോഴും വെള്ളമുണ്ട്. വറ്റാത്ത വെള്ളമാണ് ഇതിൻ്റെ അകത്ത് എപ്പോഴും. ഇപ്പം ഞാൻ നിൽക്കുന്നത് അമ്മ വീടിൻ്റെ അടുക്കള വശത്താണ് കേട്ടോ. ശരിക്കും ഞങ്ങളന്ന് ചെറുപ്പത്തിൽ കയറി വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതുവഴിയാണ്. ഇതുവഴി കയറി വരും. അതായത് ഇവിടുന്ന് ഏകദേശം ഒരു 1/4 കിലോമീറ്ററോളം താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ മെയിൻ റോഡിലെത്തും. ആ മെയിൻ റോഡിൻ്റെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് നടന്ന് കയറി ഇതുവഴി സ്റ്റെപ്പാണ്. അപ്പം ഇപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ വഴിയൊക്കെ തെളിച്ചത്. നേരത്തെ വഴിയൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ തട്ടേക്കൂടെ കയ്യാലേക്കൂടെ നടകൾ ഇങ്ങനെ ഉണ്ടാക്കി ആ നടയൊക്കെ കയറിയാണ് വരുന്നത്. താഴേന്ന് ഇവിടം വരെയുള്ള കയറ്റം തന്നെ ഒരു നല്ല പണിയായിരുന്നു. അങ്ങനെ നമ്മൾ മടുത്ത് കയറി വരും. കയറി വന്നു കഴിയുമ്പോൾ അമ്മ വീട്. അയ്യോ രക്ഷയില്ല. ഇതുവഴിയാണ് കയറുന്നത്. ഇവിടെയൊക്കെ ഒരു വലിയൊരു കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നടയും ഇവിടെ ഒരു വലിയൊരു ഈ കാപ്പിയില്ല, ഇതിപ്പോൾ അതിൻ്റെ ചെറിയ കാപ്പിയാണ്. വലിയൊരു കാപ്പി ഇവിടെയാണ്. ഈ നടയെന്ന് ഞാൻ വീണിട്ട് എൻ്റെ ഇടത്തെ കൈ ഒടിഞ്ഞിട്ടുണ്ട് പണ്ട്. അതിപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു. അന്ന് അമ്മൂമ്മ, എനിക്ക് ചെറിയ ഓർമ്മയുള്ളൂ. അതായത് ഞാൻ ഈ നടയിൽ കയറി. അപ്പം വെല്ലിച്ചന് റബ്ബർ വെട്ടാൻ പോകാൻ വേണ്ടിയിട്ട് ഇതുണ്ടല്ലോ, ഈ നടയുടെ ഇത് ഉരച്ച പാടുണ്ട് കേട്ടോ. കത്തി ഉരച്ചതിൻ്റെ പാടാണ് മിനുസം. അപ്പോൾ ഈ കത്തി ഉരച്ചിട്ട് ഇവിടെ മിനുസപ്പെട്ട് കിടക്കുമായിരുന്നു. ഞാനിവിടെ നോക്കിയിട്ട് അമ്മയെ നോക്കി അങ്ങോട്ട് നിൽക്കുമായിരുന്നു. എൻ്റെ കാല് പെട്ടെന്ന് തെന്നിപ്പോയിട്ട് വീണിട്ട് എൻ്റെ ഈ ഇടത്തെ കൈ ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇതുണ്ടല്ലോ, ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു കയ്യാലയാണ്. ഇവിടെ ഒരു വലിയ നാരകം നിൽപ്പുണ്ടായിരുന്നേ. അതായത് ഭയങ്കര വലുപ്പമുള്ള നാരകമാണ്. വലിയ നാരങ്ങ ഉണ്ടാകുന്നത്. ഈ നാരകത്തിൻ്റെ അടിയിലായിട്ട് അണ്ണാന്, കരികിലപ്പടച്ചി ഇതെല്ലാം വരുമായിരുന്നു. അമ്മൂമ്മ ഇവിടുന്ന് പഴയങ്കഞ്ഞിയൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് പഴയങ്കഞ്ഞി എടുക്കുന്ന സമയമാകുമ്പോഴത്തേനും കൃത്യം ഇതുങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് വന്ന് നിൽക്കും. എന്നിട്ട് ഈ അണ്ണാനും കരികിലപ്പടച്ചി എല്ലാം കൂടെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. അതൊരു ഭയങ്കര കാഴ്ചയായിരുന്നു. എല്ലാം പോയി, ഇനിയൊന്നും തിരിച്ചു കിട്ടത്തില്ല. ഫുള്ള് കാട്. അയ്യോ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ വീടിൻ്റെ ബാക്ക് സൈഡ് അടുക്കള വശം. ഇത് അരകല്ലാണ്. ഇതുണ്ടല്ലോ, ഇതൊക്കെ ഒറ്റ തൂണലാണ് നിൽക്കുന്നത്. ഇതൊക്കെ തട്ടി വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറിഞ്ഞ് താഴെ വരും. ആ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇവിടെ നിങ്ങോട്ട് ബാക്ക് സൈഡാണേ. അയ്യോ, ഫുള്ള് കാട് പിടിച്ച് പോയി. ഇതുണ്ടോ, പകുതി ഓടൊക്കെ ഇളകിപ്പോയി. ഇത് അടുക്കള വശമാണ്. ഇതുണ്ടോ, കാണത്തില്ല, നല്ല ഇരുട്ടാണേ. ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ മെഷീനുണ്ട്. ഇവിടെ ഒരു ഷീറ്റ് അടിക്കുന്ന മെഷീനൊക്കെ പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വിറകൊക്കെ കൂട്ടി വെക്കുന്നതൊക്കെ ഇവിടെയാണ്. പിന്നെ മേളിൽ ഇതുണ്ട്. ഈ കാപ്പി നിൽക്കുന്നതിൻ്റെ സ്ഥലത്ത് തന്നെ പണ്ടത്തെ നമ്മുടെ എഗ് ഫ്രൂട്ട്, മുട്ടപ്പഴം കിട്ടുന്ന 2 മരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് മുട്ടപ്പഴം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ നമുക്ക് ചുറ്റിക്കറങ്ങി
ഇതിപ്പോൾ കാട് കുടച്ച് കിടക്കുന്നത് നല്ല പാമ്പൊക്കെ ഉണ്ടോയെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അയ്യോ. അപ്പോൾ ഇതാണ് ചാർത്ത് മുറി. ചാർത്ത് അതായത് വീടിൻ്റെ ഏറ്റവും മൂലയുള്ളൊരു റൂമാണ്. ഇതിനകത്തായിരിക്കും മിക്കവാറും ഞങ്ങളൊക്കെ കിടക്കുന്നത്. ഇവിടെ എല്ലാം നെല്ലിക്ക ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഈ നെല്ലിക്ക നമ്മൾ പറിച്ച് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ആ നെല്ലിമരം ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുകൊണ്ടേ അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഇപ്പം നല്ല പൊക്കം വെച്ചു. നെല്ലിക്ക എപ്പോഴും ഉണ്ട്. ഇതുണ്ട് ചീമ നെല്ലിക്ക. ഇത് ഇവിടെ എല്ലാം കിടപ്പുണ്ട്. വേണ്ട, അയ്യോ ചീമ നെല്ലി. ഇത് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ചീമ നെല്ലി കിടപ്പുണ്ട്. അങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ വീട്. ശരിക്കും ഈ വീടിന് ഇത് ചാർത്തെന്ന് പറഞ്ഞൊരു റൂം, പിന്നെ ഇതൊരു റൂമാണ്, പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ വേറെ റൂം. ഈ റൂം രണ്ടും കൂടെ കണക്റ്റഡ് ആണ് കേട്ടോ. ഈ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ റൂമിൻ്റെ ജനലാണിത്. ഇതുവഴി ഈ പുറകെ കൂടെ പോയി ചെറിയൊരു വാതിൽ 2 റൂമിനെ അറ്റാച്ച് ചെയ്തുകൊണ്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് അടുക്കള. അത്രേ ഉള്ളൂ നമ്മുടെ ഈ അമ്മ വീടിൻ്റെ റൂമെന്ന് പറഞ്ഞാൽ. ഇത് ഇരുട്ടായതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. താക്കോലില്ലെങ്കിൽ താക്കോലുണ്ടായിരുന്നു തുറക്കാൻ. ഇപ്പോൾ താക്കോലൊക്കെ എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഉണ്ടല്ലേ, പണ്ടത്തെ തടിയിൽ നിർമ്മിച്ച തേക്കും തടിയാണ്. ഇതുണ്ടോ, തേക്കല്ല തെങ്ങിൻ്റെ തടിയാന്ന് തോന്നുന്നു. ഇപ്പോഴും വലിയ കേടൊന്നും ഇല്ലാതെ ഇത്ര വർഷമായി. ഏകദേശം ഒരു 10-50 കൊല്ലത്തിന് മേളിൽ പഴക്കമുള്ളൊരു വീടാണ്. 50 അല്ല, അതിനും മേളിൽ പഴക്കമുണ്ട്. 10, 60, 70 കൊല്ലത്തോളം എങ്കിലും പഴക്കം കാണും. അമ്മയുടെയൊക്കെ ചെറുപ്പം തന്നെ ഇവിടെയായിരുന്നു അല്ലേ. അപ്പോൾ ഇതാണ്ടേ എനിക്ക് ഒരു ചീമനെല്ലിക്ക കിട്ടി. എൻ്റെ ഓർമ്മയിലുള്ള ഒരേ ഒരു മരം ഇവിടെ ഉള്ളതിൽ എനിക്കിഷ്ടപ്പെട്ട മരങ്ങളിൽ ഒന്ന് ചീമനെല്ലി അത് കിട്ടിയിട്ടുണ്ട്. ആ മരം ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ജാതി. ഈ ജാതിയുടെ ഒക്കെ മേളിൽ ഇഷ്ടം പോലെ തവണ കയറിയിട്ട് വീണിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പറമ്പ് നിറച്ച് കമുകായിരുന്നേ. കമുങ്ങക്കായിട്ട് നമ്മുടെ ഒരു ഭയങ്കര പരിപാടിയായിരുന്നു. കവുങ്ങിൻ്റെ മേളിൽ വരെ കയറുക, ഊർന്ന് താഴെ വരിക, വീണ്ടും മേളിൽ കയറുക, ഊർന്ന് താഴെ വരിക. ഇതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടി, പണ്ടത്തെ പരിപാടി. പിന്നെ ഈ കവുങ്ങലെ പാള വീണ് കഴിയുമ്പോൾ ഈ പാള എടുത്തുകൊണ്ട് ഒരാളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ചെറിയ നടപ്പ് വഴികളുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴയില്ലാത്ത സമയത്ത് കരിയിലായിട്ട് കിടക്കുമ്പോൾ ഈ വഴി കൊണ്ടുപോയി പാള വെച്ചിട്ട് ഒരാളെ കയറ്റിയിരുത്തും. എന്നിട്ട് ഈ വഴി കൂടെ വലിക്കും. അപ്പോൾ ഈ കരികലെല്ലാം കൂടെ മാറിയിട്ട് വഴി നല്ല ക്ലീനാവും. അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു നമ്മുടെ പണ്ടത്തെ പരിപാടി. അയ്യോ, ഒരു രക്ഷയില്ല. എന്തായാലും നെല്ലിക്കയെന്ന് കഴിച്ചേക്കാം. ചെറിയ മധുരമൊക്കെ ഉണ്ട് കേട്ടോ, പുളിയോടുകൂടിയ ചെറിയ മധുരം. പിന്നെ ഇതുണ്ടല്ലോ, ഇതാണ് ബാത്റൂം. കുഞ്ഞ് ബാത്റൂം എന്നല്ല, കക്കൂസ് അങ്ങനെ തന്നെ വേണം പറയാൻ. അല്ലേ, ഒരു 2 ആണ്ടൊരു തകരം വെച്ചിട്ടുണ്ടാക്കിയ കക്കൂസാണ്. പണ്ടത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഇതാണ്. പണ്ടൊന്നും കക്കൂസൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ പറമ്പിലൊക്കെ പോയി സാധിക്കേണ്ടി വരും. ഇതുപോലെ പണ്ട് അമ്മയൊക്കെ എന്നോട് കഥ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഇതുപോലെ വലിയ കുഴി കുത്തും. ഇതൊരു പന്നിക്കുഴിയാണ് കേട്ടോ ഈ കാണുന്നത്. ഈ പന്നിക്കുഴിയുടെ അങ്ങേയറ്റത്തൊരു വലിയ മാവുണ്ടായിരുന്നു. ഒരു കുഞ്ഞു അട്ടനാറി മാങ്ങ എന്ന് പറഞ്ഞൊരു മാങ്ങ ഉണ്ടാകുന്നൊരു മാങ്ങ അങ്ങേയറ്റത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് പന്നിക്കുഴിയാണ്. ഈ പന്നിക്കുഴിയിൽ പന്നിയെ വളർത്തും. രാവിലെ എണീക്കുന്നു, കാര്യം സാധിക്കുന്നു. അതായിരുന്നു പരിപാടി അവിടെ. ഇനി ഒരു കാര്യം ചെയ്യാം, കുറച്ച് അങ്ങോട്ടൊക്കെ കയറാൻ പറ്റുമെന്ന് നോക്കാം. കാരണം ഫുള്ള് കാട് പിടിച്ച് കിടക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇതുണ്ടല്ലേ, ഇതുവഴിയൊക്കെ നടപ്പാതകളുണ്ടായിരുന്നു. അങ്ങോട്ടൊക്കെ ഇതുവഴി അങ്ങോട്ടിറങ്ങി ചെമ്പരപ്പള്ളി എന്ന് പറഞ്ഞൊരു വീട്ടുകാരുണ്ടായിരുന്നു. അവരൊക്കെയാണ് ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ. ചെമ്പരപ്പള്ളിക്കാർ, പിന്നെ വെട്ടിക്കലെ സാറ്, ലില്ലി ചേച്ചി, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ്. അങ്ങനെ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ലൊക്കാലിറ്റിയിലൊക്കെ, എല്ലാവരും കൂടെ. പിന്നെ ഉണ്ട് ഈ കുഴി കണ്ടോ, ഇതൊരു കുഴിയാണേ. ഈ കുഴി ചെയ്തേക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ പണ്ട് മൊത്തം റബ്ബർ മരങ്ങളായിരുന്നു. ഈ റബ്ബർ മരങ്ങൾക്ക് വളമിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുഴികൾ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. പിന്നെ വളമിട്ട് മൂടിയിട്ട് ഈ പറമ്പിൽ വരുന്ന വെള്ളമെല്ലാം ഇതിനകത്ത് നിന്ന് താഴും. അങ്ങനത്തെ ഈ വലിയ കുഴികൾ ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനത്തെ കാപ്പിയുടെ കമ്പൊക്കെ വെട്ടിയിട്ട് 4ആയിട്ട് ഇവിടെയാണോ അവിടെയാണോ ഈ സൈഡിലൊക്കെ ആയിട്ട് ഞങ്ങൾ വീടുണ്ടാക്കിയത്. കൊച്ചു വീട്, കളിവീടെന്ന് പറഞ്ഞ സാധനമില്ലേ. അതായത് ഈ കാപ്പിക്കമ്പ് 4 വെട്ടിയിട്ട് അത് 4ആയിട്ട് കുത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഓലയൊക്കെ വെച്ചിട്ട്
മഴയത്തൊക്കെ അതിൻ്റെ അടിയിൽ കയറിയിരിക്കും. നല്ല രസമാണ്. മഴയത്തൊക്കെ ഞങ്ങൾ അതിൻ്റെ അടിയിൽ കയറിയിരിക്കും, നനയത്തില്ലെന്നൊക്കെ പറയും. അപ്പം അച്ചിച്ച വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പച്ചക്കിട്ടൊക്കെ കുണ്ടിക്കിട്ടൊക്കെ നല്ല അടി തന്നിട്ടുണ്ട്. അയ്യോ, ഇപ്പോഴും ഓർക്കുന്നതല്ല. നമ്മളിങ്ങനെ നടന്നു കഴിയുമ്പോഴാണ് പല പല കാര്യങ്ങളും ഓർക്കുന്നത്. ഇതിപ്പോൾ അങ്ങോട്ട് ഇതുവഴി ഇങ്ങനെ അങ്ങോട്ടൊരു വഴി ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ആ ജാതിയുടെ ചവിട്ടിൽ നിന്ന് അങ്ങോട്ട് നേരെ ഒരു വഴിയായിരുന്നു. അപ്പോൾ ഈ വഴിയെ കൂടെയൊക്കെയാണ്. ഇവിടെ ഒരു കമുകുണ്ടായിരുന്നു. ഈ കവുങ്ങെന്ന് പാള വലിച്ച് കീറും. ഇവിടെ ഈ തോട്ടത്തിലെല്ലാം ഇഷ്ടംപോലെ കവുങ്ങുണ്ട്. അപ്പോൾ ഇതേണ്ട ഇവിടെയെല്ലാം കവുങ്ങ് നിപ്പുണ്ട്. ഇതുണ്ടോ, ഈ നിൽക്കുന്നൊരു വലിയ കവുങ്ങാണ്. ഇപ്പോൾ നല്ല പൊക്കമുള്ളത്. ഇതുവഴിയായിരുന്നു വഴി. ഇപ്പോൾ വഴിയൊന്നുമില്ല, അങ്ങോട്ടൊന്നും കയറാൻ പറ്റാത്ത പോലെ അവസ്ഥയാണ്. പാമ്പൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അയ്യോ, രക്ഷയില്ല കേട്ടോ. അങ്ങോട്ടൊന്നും പോകത്ത് പോലുമില്ല. പിന്നെ അവിടെ ഒരു പാറയുണ്ട്. ആ പാറയിൽ നിറച്ച് കൈതച്ചക്കയായിരുന്നു. സൈഡിലൊക്കെ ആയിട്ട് കൈതച്ചക്ക ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ കൈതച്ചക്ക പറിക്കാൻ പോകുമായിരുന്നു നമ്മൾ. അയ്യോ, ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെയൊക്കെ ചെറിയ കമുകൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെയല്ലേ, ചെറിയ ചെറിയ കമുകായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ആ പണ്ടത്തെ കമുകിൻ്റെ ചിലപ്പോൾ സീഡൊക്കെ വീണിട്ട് ഉണ്ടായ കമുകുകളായിരിക്കും ഇതൊക്കെ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ കമുക്, തെങ്ങ്, പിന്നെ റബ്ബറായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പിന്നെ ഇവിടെയൊക്കെ വലിയ മരങ്ങളുണ്ട്. ഇതൊക്കെ അന്ന് ചെറിയ മരമാണ്. പിന്നെ ഇവിടെ ഒരു കൊക്കോ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയായിട്ടൊരു കൊക്കോ ഉണ്ടായിരുന്നു. ആ കൊക്കോയും ഇപ്പോൾ ഇല്ല. വലിയ പടർന്നൊരു വലിയ കൊക്കോയാണ്. പിന്നെ ഈ കറക്റ്റ് ഈ നടുക്കായിട്ട് സെൻറ്ററിൽ തന്നെ ഇതുണ്ടല്ലേ, ഇവിടെ തന്നെയായിട്ട് ഒരു തെങ്ങുണ്ടായിരുന്നു കറക്റ്റ്. ഈ തെങ്ങയിലാണ് അച്ചാമ്മ പശുവിനെ കെട്ടിയിടുന്നത് കേട്ടോ. എന്നിട്ട് ഈ പശുവിനെ ഇതുണ്ട്, തെങ്ങിൻ്റെ കുറ്റി ഇവിടെ ഉണ്ട്. ഇതുണ്ട്, ഇതാണ് തെങ്ങിൻ്റെ കുറ്റി. ഇതിപ്പോഴും ഉണ്ട്. ഇതൊക്കെ ഇവിടെ കറക്റ്റ് ഇത് തെങ്ങ്. ഈ തെങ്ങയിൽ അത്യാവശ്യം പൊക്കമുള്ള തെങ്ങ്. ഇവിടെ പശുവിനെ കെട്ടിയിടും. പശുവിനെ കെട്ടിയിട്ട് കഴിയുമ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നു, പശുവിനെ കളിപ്പീരാ പരിപാടി. പശു ഇങ്ങനെ കുത്താനൊക്കെ വരും. അപ്പോൾ വീണ്ടും ചെല്ലും, വീണ്ടും മാറും, വീണ്ടും ചെല്ലും. ഇതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടി. അയ്യോ, നല്ല കൊതുകാണ് കേട്ടോ ഇവിടെ മൊത്തം. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ വീട്. ഇതല്ലേ, ഇവിടെയായിരുന്നു എൻ്റെയും അനിയൻ്റെയൊക്കെ കുട്ടിക്കാലം. ഇപ്പോൾ കുട്ടിക്കാലം കാണിക്കാൻ പോയിട്ട് ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ഒന്നും മേലാത്ത അവസ്ഥയാണ്. അതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ ചെറുതായിട്ടൊക്കെ ഉള്ളിപ്പം. അങ്ങനത്തെ ഒരു അന്തരീക്ഷമല്ല ഈ വീടിരിക്കുന്നത്. ശരിക്കുമുള്ള അന്തരീക്ഷം ഇതൊന്നുമല്ല. നല്ല ഫുള്ള് എപ്പോഴും വഴിയൊക്കെ ക്ലീനാക്കി. എപ്പോഴും ഇവിടെയൊക്കെ ഒത്തിരി മാവൊക്കെ ഉണ്ടായിരുന്നു. മാവേലൊക്കെ അതായത് നമ്മൾ ഇപ്പം കിട്ടുമെന്ന് പോലും അറിയത്തില്ല അങ്ങനത്തെ മാങ്ങ. ചെറിയ മാങ്ങയുടെ പല ടൈപ്പ് മാങ്ങ ഇവിടെ ഉണ്ടായിരുന്നു, കുഞ്ഞു മാങ്ങ. ഈ മാങ്ങയൊക്കെ രാത്രിയിൽ മഴ പെയ്യുമ്പം അമ്മയും അച്ഛനും അമ്മയുടെ അനിയത്തി എല്ലാവരും കൂടെ പോയിട്ട് മാവിൻ്റെ ചവിട്ടിൽ പോയിട്ട് മാങ്ങ പെറുക്കിക്കൊണ്ട് വരും. അത് പെറുക്കിക്കൊണ്ടിരുന്ന മാങ്ങ എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം 2, 3 കാലം നിറച്ചാണ്. അതായത് നമ്മുടെ സാധാരണ ഇപ്പോൾ വീട്ടിലത്തെ കൊട്ടയില്ലേ, ആ കൊട്ടയ്ക്കകത്ത് 3 കൊട്ടയൊക്കെ മാങ്ങ നമുക്ക് കിട്ടും. അതുപോലെ മാങ്ങയായിരുന്നു. ഈ മാങ്ങ കൊണ്ടിരുന്നു, വീട്ടുകാർക്ക് അടുത്തുള്ളവർക്കെല്ലാം വിതരണം ചെയ്യുന്നു. കുറേ നമ്മൾ കറി വെക്കും. അതായത് 4-5 ദിവസത്തിനൊക്കെ കറി വെക്കാനുള്ള അത്രയും മാങ്ങ നമ്മുടെ വീട്ടിൽ കിട്ടും. അത് എല്ലാവർക്കും ലാവിഷായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. അതുപോലെ മാങ്ങ ഉണ്ടായിരുന്നു. ഈ തോട്ടങ്ങളിലെല്ലാം തന്നെ മാങ്ങ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു അന്നത്തെ ഒരു കാലം. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെടനാട്, കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റൂട്ടിൽ തെടനാടിനും പനച്ചികപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. പനച്ചികപ്പാറയ്ക്കും ഈരാറ്റുപേട്ടയ്ക്കും സെൻട്രലായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം. ഇതൊരു എസ്റ്റേറ്റിൻ്റെ നടുക്കുള്ളൊരു തോട്ടമാണ് നമ്മുടെ. പെട്ടെന്ന് ഇതാണ്ട് ഒരു മഴ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ നനയാതെ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാണ്ട് നമ്മുടെ അമ്മ വീടിൻ്റെ തിന്നാലിരിക്കുകയാണ്. ഇവിടെയൊക്കെ പണ്ട് അച്ചിച്ച പമ്പരമൊക്കെ ഉണ്ടാക്കി തരും. അതായത് മച്ചിങ്ങയില്ലേ, തെങ്ങിൻ്റെ മച്ചിങ്ങയുണ്ട്. മച്ചിങ്ങയിൽ ഈർക്കിൽ കുത്തിയിട്ട് അത് വെച്ച് ഇങ്ങനെ പമ്പരമൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ. പിന്നെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ചിരട്ടയ്ക്കകത്ത് അപ്പം ഉണ്ടാക്കുകയാണ്. അതായത് നിക്കറൊന്നും ഇടത്തില്ല, നേരെ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കും. ഇവിടുത്തെ ഈ പഞ്ചാരമണൽ വാരി കൂട്ടിയിട്ട് അപ്പം ഉണ്ടാക്കും. അതായത് ചിരട്ടയ്ക്കകത്ത് മണ്ണ് കോരിയിട്ട് ഇടിച്ചിട്ട് അപ്പം ഉണ്ടാക്കി കളിക്കുന്ന പരിപാടിയായിരുന്നു പണ്ടത്തെ. അതൊക്കെയായിരുന്നു നമ്മുടെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ അമ്മ വീടും അല്ലെങ്കിൽ അച്ഛൻ വീടും ഒക്കെ ആയിട്ട് ഒത്തിരി അനുഭവങ്ങളുണ്ടായിരിക്കും. അതൊക്കെ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പം നിങ്ങൾക്കും അതൊരു നൊസ്റ്റാൾജിക് മൂഡ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. പിന്നെ എൻ്റെ അമ്മ വീട് ഇത്രയും വർഷത്തിന് ശേഷം എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ
പോകാൻ പോകുന്നവർ, അതായത് ഈ അമ്മ വീട് കൂടാതെ ഞാൻ വേറെ സ്ഥലം കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. പൂഞ്ഞാലുള്ള ഒരുമാതിരിപ്പെട്ട ലൊക്കേഷൻ, ഈരാറ്റുപേട്ട ചുറ്റിയുള്ള ഒരുമാതിരിപ്പെട്ട ലൊക്കേഷൻസൊക്കെ നമ്മുടെ ആ ചെറിയ ബൈക്കിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഇനിയും പോകാൻ വേണ്ടിയിട്ട് പോകുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ പൂഞ്ഞാർ കുന്നൂന്നിക്കടുത്ത്, കുന്നൂന്നി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കുന്നൂന്നിക്കടുത്തായിട്ട് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ മുഴുവൻ നല്ല ഫാം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു തോടും ഒക്കെ ആയിട്ട്. അതപ്പം ഈ മഴയത്ത് പോയി എടുത്താൽ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ തുള്ളാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു കുടയുണ്ട്. ഈ കുട എടുത്തിട്ട് അപ്പുറത്ത് ബൈക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ബൈക്ക് എടുത്തുകൊണ്ട് ബൈക്കിലെ കോട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇനി കുന്നൂത്തി ചെന്നിട്ട് കാണാം. അപ്പോൾ അമ്മയുടെ ബൈ ബൈ. അപ്പോൾ നമ്മൾ കുടയൊക്കെ ആയിട്ട് തിരിച്ച് പോവുകയാണ് എൻ്റെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. മഴ ചെറുതായിട്ട് തൂളി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നേരെ തിരിച്ച് വണ്ടിക്കലോട്ട് പോവാം.